ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ബസ്സിലാണ്. വന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ, എന്നാലേ ശോഭ സിറ്റി എത്തുകയുള്ളൂ. നല്ല വെയിലുണ്ട്, എന്നാലും ഇവിടെയുള്ള മരങ്ങളുടെ തണലും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഫുട്പാത്തിൽ. ഇവിടെ ജോയൽക്കാസിൻ്റെ വീടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെടികളൊക്കെ നല്ല വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെയുള്ള മരങ്ങൾ നല്ല പിങ്ക് കളർ പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കട്ട് ചെയ്തെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെടികൾ നല്ല ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. കട്ട് ചെയ്തവർക്ക് സമ്മതിക്കണം. പിന്നെ ശോഭ സിറ്റിയുടെ ബോർഡ് കണ്ടു. കടലാസും പൂവൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ശോഭ സിറ്റി മോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാളിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിൽ മരങ്ങളില്ലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വലിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. കാരണം AC-യുടെ തണുപ്പ് കൊണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള ഭാഗങ്ങളിൽ മുഴുവൻ നമ്മുടെ ജെൻസിൻ്റെ ബ്രാൻഡഡ് കമ്പനികളുടെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഓരോ ഷോപ്പിലും ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ ഇവിടെ ഫോൺ റിപ്പയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെർഫ്യൂമിൻ്റെ ഭാഗം കണ്ടു കേട്ടോ. നല്ല അടിപൊളി പെർഫ്യൂംസാണ് ഇവിടെ ഉള്ളത്. അതിലടുക്കാണ് ഈ ഒരു വണ്ടി കയറി പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാൽ തന്നെ ചിക്കിങ് ആണ് കേട്ടോ കാണുന്നത്. ചിക്കിങ് മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന അടിപൊളി കടകളും വേറെ ഉണ്ട് കേട്ടോ ഈ ഒരു മാളിൻ്റെ അകത്ത്. ഇവിടെ സീ ഫുഡ്, ഷാപ്പ് ഫുഡ്, അതുപോലെ വെജിറ്റേറിയൻ മാത്രമുള്ള ഫുഡ്, നോൺ വെജിറ്റേറിയൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഐസ്ക്രീംസിൻ്റെ വലിയൊരു ശേഖരമാണ് കേട്ടോ. നമ്മളെ മേസ്ലീസിൻ്റെ ആണ് കേട്ടോ ഇവിടെയുള്ള ഐസ്ക്രീംസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാക്സിലേക്കാണ് കേട്ടോ. മാക്സിൽ പോയപ്പോൾ തന്നെ നമ്മുടെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളെ സ്റ്റുഡിയോനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കിഡ്സ് വെയർസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുൾ നല്ല ഫാൻസി കളേഴ്സിൽ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല അടിപൊളി മെറ്റീരിയൽസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുകയാണ് കേട്ടോ. കിഡ്സ് വെയർ ആണ് കേട്ടോ ഇവിടെ കാര്യമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത്. എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചുരിദാറും കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കളർ കോമ്പിനേഷൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫുഡ് വെയറിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ നല്ല ഫാൻസി കളറുള്ള ചെരുപ്പുകളാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത്. ഷൂ ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലെതറിൻ്റെ ആയാലും റബ്ബറിൻ്റെ ആയാലും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് മൊത്തം. കണ്ടില്ലേ നിങ്ങൾ, അടിപൊളി വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഓരോ മോഡലാണ്. പിന്നെ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോഴും അവിടെ പിങ്ക്, ബ്രൗണ്, ബ്ലാക്ക്, വൈറ്റ് ആ ഒരു കളറിലാണ് കേട്ടോ അധികം ബാഗുകൾ ഇവിടെ കാണുന്നത്. അതും വെറൈറ്റി മോഡലുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്സ്, നെക്ലേസ്, ഹെയർ ക്ലിപ്സ്, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ പെർഫ്യൂം ആയാലും നല്ല അടിപൊളിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഈ ഒരു മാളിൻ്റെ അകത്ത് തന്നെയുള്ള ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് ടോയ്സിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഈ ഒരു ടോയ് ഷോപ്പിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.